ഹലോ വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എവിടേക്കാണ് റെഡിയാവുന്നതെന്നാണോ നോക്കുന്നത്? അത് നമ്മളുടെ കാവിലേക്ക് പോകാനാണ് കേട്ടോ. സുന്ദരിയായിട്ടില്ലേ ഞാൻ? അതായത് കുന്നപ്പുള്ളിക്കാവിലെ താലപ്പൊലിയാണ് കേട്ടോ. കോങ്ങാട് കുന്നപ്പുള്ളിക്കാവിലെ താലപ്പൊലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരുക്കാണിത്. അപ്പം സാരിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാരിയൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ ഞങ്ങൾ റെഡിയൊക്കെ ആയി. ഏകദേശം ഒരു ദീപാരാധനയ്ക്ക് പോവാം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ആ ടൈമും ആയിട്ടോ, 6 മണിയൊക്കെ ആയി. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഞങ്ങൾ അധികം ഇറങ്ങാറില്ല. പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ ഈ ഡിസംബർ എന്നൊക്കെ പറയുമ്പം. പിന്നെ ഈ ലൈറ്റ് നമ്മളിങ്ങനെ കണ്ടുപോകുമ്പോൾ നമ്മളെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പം ജസ്റ്റ് ആ ഒരു ഷോട്ട് എടുത്തോന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തേക്ക് കയറുമ്പോഴത്തേക്കും അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു നോക്കിയേ. വള, മാല, കമ്മൽ, പൊരി, ഹൽവ, കുറേ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ റോഡിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ അമ്പലത്തേക്ക് എൻട്രി ചെയ്യാണ്. അപ്പോൾ കാറൊക്കെ അവിടെ വെച്ച് നമ്മളിതേ അമ്പലത്തേക്ക് അവിടെ നിന്ന് നടക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ ഞങ്ങൾ തൊഴാനായിട്ട് തൊഴുത് കഴിഞ്ഞു. അങ്ങനെ വലം ഒക്കെ 3 വലമൊക്കെ ചുറ്റണമല്ലോ. വലമൊക്കെ ചുറ്റി വരുമ്പോഴാണ് ഇവിടെ ഭയങ്കര എന്താ പറയുക, ശിങ്കാരിമേളവും അല്ലെങ്കിൽ ഇത് കാണുന്നത്, തായമ്പൊക്കെ കാണുന്നത് കേട്ടോ. അത് കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ ഒന്നുകൂടെ പ്രാർത്ഥിച്ച് അവിടെ വാളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പണം വെച്ച് നമ്മൾ തൊഴുത് പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് നമ്മളുടെ എയിം എന്താ, നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണം, കമ്മൽ, മാല എന്നൊക്കെ ആയിരുന്നു അല്ലേ. എനിക്ക് കമ്മൽ ഭയങ്കര അഡിക്ഷനാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ കമ്മലൊന്നും വാങ്ങിക്കാനായിട്ട് പറ്റില്ല. ഞാനൊരു 2-3 കമ്മലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വളയാണ് നോക്കിയത്. ഞാനും അമ്മും വള വാങ്ങിച്ചു കേട്ടോ. അവൾക്കൊരു 2 ഡസൻ വള വാങ്ങിച്ചു, എനിക്കൊരു ഡസൻ വളയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പിന്നെ കുറച്ച് ചോളമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അവൾക്കൊരു സ്ലൈറ്റൊക്കെ മേടിച്ചു. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് അങ്ങനെ ഒരു അമ്പലത്തിൽ തൊഴലും നമ്മളുടെ ഈ പർച്ചേസിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ദേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എത്തിയില്ല എന്നുള്ളൊരു രീതിയിൽ അവൾ ആ സ്ലേറ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അമ്മൂന് ഭയങ്കര എന്താ പറയുക ആഗ്രഹം കേട്ടോ. വന്നതും അതങ്ങ് പൊട്ടിച്ച് അവൾക്കതൊന്ന് ഉദ്ഘാടനം ചെയ്യാതെ ഒരു മനസ്സുഖം ഇല്ലായ്മ. അങ്ങനെ അതേ അവൾ അതൊക്കെ പൊട്ടിച്ച് എഴുതി. ഡബിൾ സൈഡ് സ്ലൈറ്റായിരുന്നേ. അപ്പം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾക്ക് അവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നോക്കാം കേട്ടോ. ഈ വളയാണ് ഞാൻ ആദ്യമേ കാണിച്ചത്. ഒരു നീല വളയായിരുന്നു, നീല ഷെയ്ഡിലുള്ള വളയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ദേ ഈ കമ്മലാണ് നെക്സ്റ്റ് വാങ്ങിച്ചത്. വെള്ള മുത്തൊക്കെ ഉള്ളത്. ഞാൻ കുറേ കാലമായി നോക്കി നടക്കുന്നു. പിന്നെ ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത്. നല്ല രസമല്ലേ കാണാനായിട്ട്. സാരിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് നല്ല രസമില്ല ആയിരിക്കും, പക്ഷെ വേറെ എന്തെങ്കിലും കൂടെ ജീൻസിൻ്റെ ഒക്കെ ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വലിയ കമ്മലുകളോടാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പം ആ ഒരു സൈസ് കമ്മലും എനിക്ക് കിട്ടി. അത് ഇട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് കണ്ടപ്പോൾ തന്നെ വാവ് ഫീലായിരുന്നു എനിക്ക് കേട്ടോ. അങ്ങനെ ഞാൻ ദേ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ടുകൊണ്ട് ദേ ഒരു കഥകളിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു തലയാട്ടി കഥകളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഒരു ലോട്ടസ് കമ്മലാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ലോട്ടസ് കമ്മൽ. അതാണ് ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കും ഇടാം, മോൾക്കും ഇടാം എന്നുള്ളൊരു എയിമിലാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത്. വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു കമ്മലാണ്. നല്ല രസമുണ്ട് കേട്ടോ ലോട്ടസ് കമ്മൽ എന്തായാലും. അപ്പം അതൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ മേടിച്ചിട്ടുള്ള ഒരു കമ്മലാണ് ഈ ഒരു കമ്മൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം അതൊക്കെ ഇട്ടിട്ട് അടുത്ത നാടകം തുടങ്ങുകയാണ് കേട്ടോ. ഇങ്ങനെ കിലുക്കിയൊക്കെ നോക്കാണ്ടിരുന്ന ഒരു സമാധാനമില്ലായ്മ. അങ്ങനെ ദേ അവൾക്കും എന്നെ പോലത്തുള്ളൊരു നീലവള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റെഡ് ഓറഞ്ചിഷ് എന്നൊക്കെ പറയാം, അങ്ങനെയുള്ളൊരു വളയാണ് വാങ്ങിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്.